വെക്ടേഴ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്ക് ഓർത്തോഗണൽ കാർട്ടീഷ്യൻ ആക്സിസ് ആൻഡ് യൂണിറ്റ് വെക്ടേഴ്സ്. ഈ ഓർത്തോഗണൽ കാർട്ടീഷ്യൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസുമാണ് 2 ഡയമെൻഷനിൽ. 3 ഡയമെൻഷൻ അതായത് സ്പേസിലാവുമ്പോൾ ഈ എക്സ് ആക്സിസും വൈ ആക്സിസിനും പെർപെൻഡിക്കുലറായിട്ട് മൂന്നാമതൊരു ആക്സിസും കൂടെ ഉണ്ടാവും. അതിന് നമ്മൾ ഇസഡ് ആക്സിസ് എന്നാണ് പറയുന്നത്. ഇതിനകത്തിപ്പം വരയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇസഡ് ആക്സിസ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇത് തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇസഡ് ആക്സിസ്. അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിട്ട് മൂന്നാമതൊരു ആക്സിസ്, അതാണ് ഇസഡ് ആക്സിസ്. അപ്പോൾ നമുക്ക് ആദ്യം 2 ഡയമെൻഷൻ പഠിച്ചിട്ട് അതിനെ ജനറലൈസ് ചെയ്ത് 3 ഡയമെൻഷനിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെ പി എന്നൊരു പോയിന്റ് ഉണ്ട്. ഇത് പ്ലെയിൻ ആണ്. ബോർഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ്. ഇവിടെ ആണെങ്കിൽ ഇവിടാണ് നമ്മൾ ഒരു പോയിന്റ് എങ്കിൽ അത് സ്പേസിലെ പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഇത് പ്ലെയിനിലെ പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതിന് ഒ എന്ന് പറയും. ഇനി ഓയിൽ നിന്ന് നമുക്ക് പിയിലെത്തണം. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓയിൽ നിന്ന് പിയിൽ വരാം. ഇനി ഡയറക്റ്റ് ആയിട്ട് ഓയിൽ നിന്ന് പിയിലേക്ക് വഴിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എക്സ് ആക്സിസിലെ കൂടെ മൂവ് ചെയ്യണം. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്നു. എക്സ് യൂണിറ്റ് മൂവ് ചെയ്യുന്നു എക്സ് ആക്സിസിലൂടെ. ഇത് നമ്മൾ ഒ എ എന്ന് വിളിക്കുന്നു. അതായത് ഒ എ എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് യൂണിറ്റ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇനി വൈ ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യണം. അതായത് എയിൽ നിന്നും പിയിലേക്ക്. ഈ എ പി എന്ന് പറയുന്നത് വൈ ആക്സിന് പാരലാണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ഈ എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ, ഒയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ്, എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ. അപ്പം എക്സ് യൂണിറ്റ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തു. അതേപോലെ എന്ത് ചെയ്യുന്നു? എ പി അതായത് വൈ യൂണിറ്റ് നമ്മൾ വൈ ആക്സിന് പാരലായിട്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ ഇവിടെ ടേൺ ചെയ്യണം. 90 ഡിഗ്രി ടേൺ ചെയ്തിട്ടാണ് നമ്മൾ വൈ ആക്സിന് പാരലായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഹൊറിസോണ്ടലായിട്ട് എക്സ് യൂണിറ്റ് മൂവ് ചെയ്യണം. ഇത് വെർട്ടിക്കൽ എന്ന് പറയും. വെർട്ടിക്കലായിട്ട് വൈ യൂണിറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ എക്സ് വൈ ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയും. അതായത് എക്സ് ആക്സിസിലോട്ടുള്ള മൂവ്മെൻറ്റ്, അതായത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. ഇത് വൈ യൂണിറ്റ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലോട്ടുള്ള മൂവ്മെൻറ്റ്. വൈ യൂണിറ്റ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഇത് എക്സ് കോർഡിനേറ്റ് എന്നും ഇത് വൈ കോർഡിനേറ്റ് എന്നും നമ്മൾ വിളിക്കും. ഇവിടെ നമ്മൾ നോക്കണം, ഒ എക്സ് ഒരു ആരോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒ എക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയാണ്. എക്സ് ആക്സിസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ഇങ്ങോട്ടൊരു ആരോ കാണുന്നുണ്ട്. ഇത് നമുക്ക് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയാം. ഇങ്ങോട്ടൊരു ആരോ കാണുന്നുണ്ട്. അതിന് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയാം. ഇങ്ങോട്ടൊരു ആരോ കാണുന്നുണ്ട്. അതിന് നെഗറ്റീവ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പോൾ ഇതിനൊക്കെ ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്ത് പറയാം? നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി നമുക്ക് വെക്ടർ എന്ന് പറയാം. ഇവിടെ സപ്പോസ് ഇതൊരു യൂണിറ്റ് ആണെന്ന് വെച്ചോളൂ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആവാം, 1 മീറ്റർ ആവാം, 1 ഫീറ്റ് ആവാം, എന്തും ആവാം. ഒ എ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി ഇവിടെ ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഒ എ എന്ന് പറയുന്നത് ഒരു വെക്ടറായി മാറും. ഒ എ ബാർ വെക്ടറായി മാറും. അപ്പോൾ ആ വെക്ടർ എന്ന് പറയുന്ന ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈ. അതിന് നമുക്ക് ഐ എന്നൊരു സിമ്പിൾ കൊടുക്കാം. ഐ. അപ്പോൾ ഐ എന്ന് പറഞ്ഞ സിമ്പിളിൻ്റെ മീനിങ് എന്താണ്? ഐ ഈസ് എ യൂണിറ്റ് വെക്ടർ. കാരണം ഇവിടെ യൂണിറ്റ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആകുമ്പോൾ യൂണിറ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒ എ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1ഉം ഡയറക്ഷൻ എന്ന് പറയുന്ന എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1ഉം എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും ആണെങ്കിൽ വെക്ടർ ഒ എക്ക് നമ്മൾ ഐ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ്. എങ്ങോട്ടാണ് ആ യൂണിറ്റ് വെക്ടർ പോകുന്നത്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ തിരിച്ച് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആകുമ്പോൾ മൈനസ് ഐ ആയിരിക്കും. അതായത് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് നെഗറ്റീവ് എക്സ് ആക്സിസ് മൈനസ് ഐ. അത് ഐ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇനി ഇങ്ങോട്ട് നോക്കാം നമുക്ക്. ഇത് ബി, ഒ ബി. ഇതിൻ്റെ യൂണിറ്റ് 1 യൂണിറ്റ് ആണ്. ഒ ബി എന്ന് പറയുന്നത് യൂണിറ്റ് 1 ആൻഡ് ഡയറക്ഷൻ അത് വെക്ടറാണ്. ഒ ബി എന്ന് പറഞ്ഞാൽ വെക്ടറാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പോൾ ഒ ബി ബാർ ഇസ് എ യൂണിറ്റ് വെക്ടർ
ഇൻ ദി ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അതിന് നമുക്ക് ജെ എന്നുള്ള സിമ്പിൾ കൊടുക്കാം, ജെ എന്ന് പറയുന്ന സിമ്പിൾ. അപ്പോൾ ഐ എന്ന് പറയുന്നതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ജെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അപ്പം ഇനി ഇസഡ് ആക്സിസ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് ആണ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഈ ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിലും ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും. ആ യൂണിറ്റ് വെക്ടർ നമ്മൾ കെ എന്ന് വിളിക്കും. അപ്പോൾ ഐ ജെ കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ജെ കെ എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത്, ജെ എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നതും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഐ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ജെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് ആൻഡ് കെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സിസ്. ഇതാണ് ഐ ജെ കെ വെക്ടേഴ്സ്. ഇതെല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഇവിടെ പി എന്നൊരു പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സും വൈ കോർഡിനേറ്റ് വൈയും. അപ്പോൾ നമ്മൾ ആദ്യം ഒയിൽ നിന്ന് എയിലെത്തി, എന്നിട്ട് എയിൽ നിന്ന് പിയിലെത്തി. അങ്ങനെയാണ് പി എന്നുള്ള പോയിന്റിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്, എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വൈ ആണ്. ഞാൻ ഇവിടെ ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഒ എ എന്ന് പറയുന്ന ഒരു വെക്ടറായി മാറും. ഇതൊരു വെക്ടറായി മാറും. ഏതാ? ഈ ഒ എ ബാർ എന്ന് പറയുന്ന വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, ഒയിൽ നിന്ന് എയിലേക്ക് ഡയറക്ഷൻ. ഈ ഒയിൽ നിന്ന് എയിലേക്കുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനാണ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എക്സ് വരണം. അപ്പോൾ ഞാൻ എക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഒരു വെക്ടറായി മാറുന്നത്. ഇപ്പോൾ എക്സ് ഐ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എക്സ് ആയിരിക്കും. ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എക്സ് ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എക്സ് ഐ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എക്സ്. ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ ഈ ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ ഒ എ ബാർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഐ എന്ന് എഴുതാം, എക്സ് ഇൻറ്റു ഐ. ഇനി നമുക്ക് എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വൈ ആണ്, അത് മാഗ്നിറ്റ്യൂഡാണ്. ഇനി ഇവിടെ ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആരോ കൊടുക്കുമ്പോൾ എ പി ബാർ എന്നൊരു വെക്ടറായി മാറും. എ പി ബാർ എന്നൊരു വെക്ടറായി മാറും. അപ്പോൾ വെക്ടർ ആകുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈ ആണ്. അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഈ എ പിയുടെ ഡയറക്ഷനും. ഈ പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ്റെ യൂണിറ്റ് വെക്ടർ ജെ ആണ്. അപ്പോൾ ഈ വൈയെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വൈ ഇൻറ്റു ജെ. വൈ ജെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ മാഗ്നിറ്റ്യൂഡാണ്, ജെ എന്ന് പറയുന്ന ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യും. വൈ ജെ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എന്തായിരിക്കണം? ജെയുടെ ഡയറക്ഷൻ ആയിരിക്കും. വൈക്ക് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ വൈ ഇൻറ്റു ജെ എന്ന് പറയുമ്പോൾ ജെയുടെ ഡയറക്ഷൻ. ജെയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ, അതായത് ഈ ഡയറക്ഷൻ എ പി. അപ്പോൾ എ പി എന്നുള്ള വെക്ടറിന് നമുക്ക് വൈ ഇൻറ്റു ജെ എന്ന് എഴുതാം. വൈ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ്, ഈ ഡിസ്റ്റൻസ്, ജെ എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വൈ ജെ എന്ന് പറയുന്ന ഇസ് എ വെക്ടർ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് വൈ യൂണിറ്റ്. അപ്പോൾ എ പി എന്നുള്ള വെക്ടർ നമുക്ക് വൈ ജെ എന്ന് എഴുതാം. ഇനി ഒ എയും എ പിയും കൂടെ ആഡ് ചെയ്യണം. ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ. എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് വരും. അപ്പോൾ ഒ എയും എ പിയും കൂടെ ആഡ് ചെയ്താൽ ഇതാണ് വെക്ടർ, ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒ പി ബാർ എന്നുള്ള വെക്ടറാണ്. അപ്പോൾ ഒ പി ബാർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് എഴുതാം. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ, അതായത് എക്സ് കോർഡിനേറ്റ് എക്സും വൈ കോർഡിനേറ്റ് വൈയും ആണെങ്കിൽ ഈ പിയുടെ പൊസിഷൻ വെക്ടറുടെ ഒ പി നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. പി എന്ന് പറയുന്ന പോയിന്റിനെ ഒയുമായിട്ട് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ, ഒ എന്ന് പറയുന്ന ഒറിജിൻ, ഒയും പിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒ പി എന്നുള്ള വെക്ടർ കിട്ടും. അതെന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് കോർഡിനേറ്റിന്, അതായത് എക്സിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വൈനെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എക്സ് ഐ പ്ലസ് വൈ ജെ. ദിസ് ഈസ് ദി പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് പി, വെർ പി ഈസ് എക്സ് കോർഡിനേറ്റ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് വൈ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ A53 എന്നുള്ള പോയിന്റ് 53 ആണ്. അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതണം. എന്ത് ചെയ്യണം? 5നെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3യെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5i പ്ലസ് 3j എന്ന് പറയും. ഇതൊക്കെ എന്താണ്? പ്ലെയിനിൽ സംഭവിക്കുന്നതാണ്. ഇനി സ്പേസിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കണം. അടുത്തത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്.
ഈ പി എന്ന് പറയുന്ന പോയിന്റ് സ്പേസിലെ ഒരു പോയിന്റാണ്. ഇങ്ങനെ ഒരു പോയിന്റ് സ്പേസിലൊരു പോയിന്റാണ്. അപ്പോൾ ഈ പോയിന്റ് പിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യണം, എക്സ് യൂണിറ്റ് യാത്ര ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് ടേൺ ചെയ്യണം, 90 ഡിഗ്രി ടേൺ ചെയ്തിട്ട്, അതായത് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്യണം. പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്ത് വൈ യൂണിറ്റ് ട്രാവൽ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ എക്സ് വൈ ഉണ്ടല്ലോ അതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് എക്സ് വൈ എന്നുള്ള പ്ലെയിനിൽ പെർപെൻഡിക്കുലറായിട്ട്, അതായത് ഇസഡ് ആക്സിന് പാരലായിട്ട് ഇസഡ് യൂണിറ്റ് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് പി എക്സ് വൈ ഇസഡ് എന്നുള്ള പോയിന്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ വെക്ടറിന് നമുക്ക് എക്സ് ഐ, ഇതിന് വെക്ടർ ആണെങ്കിൽ എക്സ് ഐ എന്ന് എഴുതാം, ഇത് വെക്ടർ ആണെങ്കിൽ വൈ ജെ എന്ന് എഴുതാം, ഇത് ഇസഡ് ആക്സിന്റെ ഡയറക്ഷനിൽ കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസഡ് കെ, അപ്പോൾ എക്സ് ഐ വൈ ജെ ഇസഡ് കെ. അപ്പം ഈ ഒ എ പിന്നെ പ്ലസ് എ ബി, അപ്പോൾ ഒ എ വന്നു, എ ബി വന്നു, പിന്നെ ബി പി വന്നു. അപ്പം എവിടെ എത്തി, ഒയിൽ നിന്ന് പിയിലേക്ക് എത്തി. ഒ എയും എ ബിയും ബി പിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒ പി കിട്ടും, അതായത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. കെ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ഇസഡ് ആക്സിസ്. അപ്പോൾ പി എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് എക്സിന് ഐ കൊണ്ടും വൈയെ ജെ കൊണ്ടും ഇസഡിനെ കെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പി -1 2 3 ഇതാണ് പോയിന്റ്. ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് -1 × I -I പ്ലസ് 2 × J 2J പ്ലസ് 3 × K 3K. ഇതാണ് പൊസിഷൻ വെക്ടർ ഓഫ് പി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊസിഷൻ വെക്ടർ എഴുതാൻ പറ്റും. ഇത് നോക്കിക്കോളൂ, ഇത് കാർട്ടീഷ്യൻ സിസ്റ്റമാണ്, ഓർത്തോണൽ കാർട്ടീഷ്യൻ സിസ്റ്റമാണ്. ഇതിൽ പ്ലെയിനിലെ പോയിൻ്റാണ് പി എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റാണ് പോയിന്റ്. ഇതിൽ ഒ എ എന്ന് പറയുന്നത് എക്സ് യൂണിറ്റ് ആയിരിക്കും, എ പി എന്ന് പറയുന്ന വൈ യൂണിറ്റ് ആയിരിക്കും. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ r² = x² + y² എന്ന് വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ r = √(x² + y²). അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് പി ആണ് √(x² + y²). അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഒ പി എന്നുള്ള വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ പി = √(x² + y²). അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ പി എന്നുള്ള പോയിന്റ്. അപ്പോൾ വെക്ടർ ഒ പി എന്തായിരിക്കും, വെക്ടർ ഒ പി = xi + yj. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √(x² + y²). ഇനി ഇസഡ് എക്സിലൂടെ വരുമ്പോൾ വെക്ടർ ഒ പി എന്ന് പറയുന്നത് xi + yj + zk ആണ്. xi + yj + zk ആണ് വെക്ടർ ഒ പി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സും വൈ ഉണ്ടായിരുന്നപ്പോൾ √(x² + y²). ഇവിടെ ഇസഡും കൂടെ ഉണ്ട്, അപ്പോൾ √(x² + y² + z². ഇതാണ് വെക്ടർ ഒ പി. അപ്പം പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ ഇസഡ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ പി എന്ന് പറഞ്ഞാൽ √(x² + y² + z². ഇത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പി എന്നൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് സ്പേസിലെ പോയിന്റ് ആണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ്, വൈ കോർഡിനേറ്റ് വൈ ആൻഡ് ഇസഡ് കോർഡിനേറ്റ് ഇസഡ്. ഈ പിയും ഒയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പൊസിഷൻ വെക്ടർ കിട്ടും, അതിന് ഒ പി ബാർ എന്ന് എഴുതും. ആ പൊസിഷൻ വെക്ടർ കിട്ടാനായിട്ട് എക്സിന് ഐ കൊണ്ടും വൈ ജെ കൊണ്ടും ഇസഡിനെ കെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ xi + yj + zk എന്ന് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അത് നേരത്തെ നമ്മൾ ചെയ്തതാണ്, √(x² + y² + z². ഇനി ചെയ്യേണ്ടത് ഈ വെക്ടർ ഒ പിയെ നിങ്ങൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെക്ടർ ഒ പി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് xi + yj + zk ഡിവൈഡഡ് ബൈ √(x² + y² + z². അപ്പോൾ ഇതിനെന്ത് പറയും നമ്മൾ, ഒ പി ബാർ ബൈ അതിൻ്റെ ഒരു വെക്ടറിന് അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഒരു യൂണിറ്റ് വെക്ടർ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു പോയിന്റ് പി തന്നാൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം പൊസിഷൻ വെക്ടർ എഴുതണം, ഒ പി ബാർ എഴുതണം, xi + yj + zk. അപ്പോൾ എക്സും വൈ ഇസഡും ഒക്കെ പല നമ്പേഴ്സ് ആയിരിക്കും, ആ നമ്പർ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് √(x² + y² + z². അതായത് എക്സ് എന്ന് പറയുന്നത് ഐയുടെ കമ്പോണൻ്റ് എന്ന് പറയും, വൈ എന്ന് പറയുന്നത് ജെയുടെ കമ്പോണൻ്റ് എന്ന് പറയും, ഇസഡ് എന്ന് പറയുന്നത് കെയുടെ കമ്പോണൻ്റ് എന്ന് പറയും. അപ്പോൾ വെക്ടർ ഒ പി മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം,
ഈ കമ്പോണൻസിൻ്റെയൊക്കെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. റൂട്ട് ഓഫ് x² + y² + z². എന്നിട്ട് ഈ വെക്ടർ ഓപ്പ് ചെയ്യുക. അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് പൊസിഷൻ വെക്ടറിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും വെക്ടർ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പൊസിഷൻ വെക്ടർ കിട്ടും. ഇനി നിങ്ങൾ എക്സിന് റൂട്ട് ഓഫ് x/√x² + y² + z². സെപ്പറേറ്റ് ചെയ്യണം. ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻറ്റ്. y/√x² + y² + z². ആൻഡ് z/√x² + y² + z². ഇതിന് ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് പറയുന്നത്. x/√x² + y² + z², y/√x² + y² + z² ആൻഡ് z/√x² + y² + z²നെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയും. അതായത് ഇപ്പം ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ഇത് ഒറിജിൻ, ഒയും പിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വെക്ടർ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എക്സാക്ട് ഈ ഒ പി എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ എക്സാക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ആ കോസ് ആൽഫ ഇതാണ്. ഇത് എക്സും വൈയും ഉള്ളെങ്കിൽ x/√x² + y² എന്ന് വരും. അതേപോലെ y ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ബീറ്റ, അപ്പോൾ ഇത് കോസ് ബീറ്റ. z ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ ഗാമ, അപ്പോൾ ഇത് കോസ് ഗാമ. ഇതിന് ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ആ പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.